RSS ഷാജി എന്നൊരു വ്യക്തി രണ്ടിടത്ത് വോട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർത്തു എന്ന് വളരെ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ് ഞങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തിരുന്നു. 6 മാസമായിട്ട് താമസിക്കുന്നവർക്ക് വോട്ട് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, വാടക ചീട്ടുണ്ടെങ്കിൽ വോട്ട് ചേർക്കാം. തൃശ്ശൂർ അതിന് തുടക്കം കുറിച്ചത് 2024 ജനുവരിയിൽ നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം. അപ്പോൾ ഇതൊക്കെ വളരെ പ്രീ പ്ലാൻഡ് ആണ്. നമസ്കാരം. തൃശ്ശൂരിൽ BJP നടത്തിയ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ DCC അധ്യക്ഷൻ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി MP എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ചോദ്യം ഉന്നയിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവായ K മുരളീധരൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. അതായത് RSS ഷാജി എന്നൊരു വ്യക്തി രണ്ടിടത്ത് വോട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യമേ പറഞ്ഞാണ്, ഇപ്പോഴെന്നല്ല, ഞാൻ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർത്തു എന്ന് വളരെ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ് ഞങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തിരുന്നു. പക്ഷേ അന്നത്തെ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ആന്ധ്രയിൽ ഒരു ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോയി. അപ്പോൾ തന്നെ ബന്ധം വ്യക്തമാണല്ലോ. മാത്രമല്ല 2023 ഈ ഒരു പ്രധാനപ്പെട്ട നിയമം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭേദഗതി ചെയ്തു. 6 മാസം സ്ഥിരതാമസമുള്ളവർക്ക് 6 മാസമായിട്ട് താമസിക്കുന്നവർക്ക് വോട്ട് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, വാടക ചീട്ടുണ്ടെങ്കിൽ വോട്ട് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു 100ഓളം ലോക്സഭാ നിയോജകമണ്ഡലങ്ങളെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ പ്രവർത്തനമാണ്. തൃശ്ശൂർ അതിന് തുടക്കം കുറിച്ചത് 2024 ജനുവരിയിൽ നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം. അപ്പോൾ ഇതൊക്കെ വളരെ പ്രീ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ഈ ഇതുപോലെ അട്ടിമറി നടന്ന നിയോജകമണ്ഡലങ്ങളെക്കുറിച്ച് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ഡേറ്റാസും അവർക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഇപ്പോൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ്. അല്ല, അദ്ദേഹത്തിന് പാർലമെൻറ്റിലെ വിഷ്വൽ മീഡിയയിൽ കാണാനില്ല, തൃശ്ശൂർ ഒട്ടും കാണാനില്ല. ഇപ്പം എവിടെയാണ് പോയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവായ K മുരളീധരൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ശാസ്തമംഗലത്തുകാരനാണ് പകുതി അവിടെ വോട്ട് ചേർത്തത്. സുരേഷ് ഗോപിയുമായി പരിചയമുള്ളവരെയെല്ലാം അവിടെ ചേർത്തു. എല്ലാ അഡ്രസ്സും പരിശോധിക്കണം. വാടക ചീട്ട് ഉണ്ട് എങ്കിൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചേർക്കാമെന്ന സ്ഥിതി വന്നുവെന്നും അതാണ് ഈ സാഹചര്യത്തിൽ കാണുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തൃശ്ശൂരിൽ ആദ്യം തന്നെ പരാതി നൽകിയിരുന്നുവെന്നും കളക്ടർ പരാതി അവഗണിച്ചു എന്നുമാണ് അദ്ദേഹം മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്നത്തെ കളക്ടർ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പോയി എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് ഡീൽ തന്നെയാണ് എന്നും ധാർമ്മികതയുണ്ട് എങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം എന്നും മുരളീധരൻ വ്യക്തമാക്കുകയാണ്. ആലത്തൂരിലെ BJP വോട്ടുകളാണ് കൂടുതൽ മാറ്റിയത്. ആലത്തൂരിൽ BDJS സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞു. ഫ്ളാറ്റുകൾ ഒരു സാമ്രാജ്യമായി മാറ്റി. വോട്ട് ചോദിച്ച് ഫ്ളാറ്റുകളിലെത്തുമ്പോൾ പലപ്പോഴും അകത്ത് കയറ്റി ഇരുത്തുന്നില്ല. 30,000 മുതൽ 60,000 വരെ വോട്ട് ചേർത്തുവെന്നും സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയും ഇനി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാതി നൽകിയിരുന്നു എങ്കിലും പരാതി ശരിയല്ല എന്ന മറുപടിയാണ് കളക്ടറിൽ നിന്ന് അന്ന് ലഭിച്ചത്. ഭാവിയിലെങ്കിലും ഇത്തരം അട്ടിമറികൾ ഉണ്ടാകരുത് എന്നും മുരളീധരൻ മറുനാടനോട് കൂട്ടിച്ചേർത്തു. എന്തായാലും തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് ധാർമ്മികതയുണ്ട് എങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം എന്നാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.